വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ റൈസ് ആട്ടോ. ഇത് ബസ്മതി റൈസ് കൊണ്ടല്ല, നമ്മുടെ മട്ട അരി കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാവേ. നല്ല ടേസ്റ്റി ആയൊരു റൈസ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ആദ്യം മട്ട റൈസ് വേവിച്ച് വെക്കണം കേട്ടോ. അതേപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് വെളുത്തുള്ളി മതി, ഇഞ്ചി വേണ്ട. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. അതേപോലെ ഒരു സവോളയുടെ പകുതി സവോള ആഡ് ചെയ്യാം. നല്ലപോലെ വഴറ്റണേ. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാവേ. എരിവിനനുസരിച്ച് നമ്മളിത് കാശ്മീരി മുളക് പൊടി പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്യും. അതേപോലെ ഉപ്പ് ആഡ് ചെയ്യണം. ഇങ്ങോട്ട് നമുക്ക് നല്ലപോലെ വഴറ്റാവേ. അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് 2-3 ടൊമാറ്റോ ആഡ് ചെയ്യാം. നല്ലപോലെ വേവണം ടൊമാറ്റോ. നമുക്ക് അടച്ചു വെക്കാവേ. ടൊമാറ്റോ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട് ടൊമാറ്റോ. ഇത് നമുക്ക് ഈ സമയത്ത് ശകലം ക്യാരറ്റ് അരിഞ്ഞത് വേണം, അത് ആഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ അരിഞ്ഞാൽ ഇട്ടാൽ മതി. ക്യാരറ്റൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ ഇട്ടാൽ മതി. അതേപോലെ നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാൻ നല്ലതായിരിക്കും. ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റാം. ഇനി ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ ഒന്ന് വേവണം. അതേപോലെ നമുക്ക് അടുത്തത് മല്ലിയില വേണം കേട്ടോ. മല്ലിയില വേണം, ശകലം പുതിനയിലയും കൂടെ വേണേ, അതും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വേവണം കേട്ടോ. കാരണം മല്ലിയിലയുടെ തണ്ടൊക്കെ ശകലം ഉണ്ട്, ഇച്ചിരി വലുതാണ്. അതും കൂടെ ഒന്ന് വേവണം. അതുകൊണ്ടാണ് നേരത്തെ ആഡ് ചെയ്തത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ. അപ്പം നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇത് പൊടികളായിട്ട് വേണ്ടത് കാശ്മീരി മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാല, അത്രയും നമുക്ക് ആവശ്യമുണ്ട്. അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാവേ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോറ് ആഡ് ചെയ്യാവേ. ഇപ്പം അത്യാവശ്യം അതിൻ്റെ മസാല ഇപ്പം റെഡിയായി വരുന്നതായിരിക്കും. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് ആഡ് ചെയ്യാം കേട്ടോ. ചോറ് നമുക്ക് എത്രയാണോ ആവശ്യം അതേപോലെ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് മട്ട റൈസ് ആണ്. ഇതാണെങ്കിൽ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ആട്ടോ ഇത്. ഒരു മീൻ വറുത്തതോ ഒരു സലാഡോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കാം ഇടയ്ക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ചോറും മീൻ വറുത്ത് കഴിച്ചാലും മതി. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ. അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഇത് നല്ലപോലെ ഇളക്കണം, നല്ലപോലെ യോജിപ്പിക്കണം ഇത് റൈസ്. ഇത്രയേ ഉള്ളൂ. നമുക്കിത് മീൻ വറുത്തതും സലാഡിൻ്റെയും കൂടെ ഫുഡ് കഴിക്കാവേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ.